നമ്മൾ വള്ളത്തിൽ നിന്ന് കരയ്ക്ക് ഇറങ്ങിയതിന് ശേഷം നമ്മൾ പത്ത് നോക്കണതുണ്ടോ, ഇതുപോലുള്ള പത്തലാണ് നമുക്ക് വെട്ടേണ്ടത്. ഇതല്ല അവിടെ അച്ചാച്ചനെ പൊന്നിയൊക്കെ വെട്ടുന്നത് വെട്ട് തുടങ്ങി. ഞാൻ അവിടെ വെട്ടിയത് സ്ഥലങ്ങളും കൂടിയാണ്. അതെ, നമുക്കിതെല്ലാം വെട്ടിക്കൊണ്ട് വേണം നമുക്ക് വള്ളത്തിൽ കയറ്റി കൊണ്ടുപോകാനായിട്ട്. നമുക്ക് ഇവിടെ നോക്കുമ്പോൾ വലിയ കാടായിട്ട് തോന്നും കേട്ടോ, പക്ഷെ പാമ്പൊക്കെ ഉണ്ട്. മൂർഖൻ്റെ ഒരു വിഹാര കേന്ദ്രമാണിത്. ഹലോ ഗൈസ്, നമ്മുടെ കുടിവെള്ളം അക്കരയിലായിപ്പോയി. അവിടെയാണ് അവരിക്കുന്നത്. നമുക്ക് ഇതുണ്ട് ഒരു ചാണയാണ്, അല്ലെങ്കിൽ വേറെ പണ എന്നൊക്കെ പറയും. അപ്പം ഞാൻ ചെറിയൊരു തടി വെട്ടിയിട്ട് പാലം പോലെ ആക്കിയിട്ട് ഇതുണ്ട് ഞാൻ അക്കരയ്ക്ക് പോവുകയാണ്. പിന്നെ വെള്ളം കുടിക്കണം, അവരവിടെ വെള്ളം കുടിക്കുക. നമ്മളവിടെ വെയിലില്ല, പക്ഷേ ദാഹമുണ്ട്. നമുക്ക് അക്കരയ്ക്ക് പോകാം. കണ്ടോ, വെള്ളമൊക്കെ അഴുക്കാം കേട്ടോ. എന്ന് വെച്ചാൽ പാടം ഉണക്കി ഇട്ടിട്ട് മരുന്നെല്ലാം അടിച്ചതിന് ശേഷം വെള്ളം കയറ്റിയാണ്. ഉപ്പുവെള്ളമാണ്, അതുകൊണ്ട് വലിയ പേടിക്കേണ്ട കാര്യമില്ല. കായലിൽ അതുപോലെ നമ്മുടെ തോട്ടിലൊക്കെ ഉപ്പാണ്. അതുകൊണ്ട് ബലം പിടിച്ചൊക്കെയാണ് വരുന്നത്. ക്യാമറ ഉള്ളതുകൊണ്ടാണ് പേടി, അല്ലെങ്കിൽ നമുക്കിതൊന്നും ഇഷ്ടമില്ല. നമ്മൾ കൊച്ചുനാൾ മുതലൊക്കെ ഇങ്ങനെയൊക്കെ കയറി പോകുന്നതല്ലേ, അതുകൊണ്ട് നമുക്കതിൽ വിഷയമില്ല. അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ടോ, ഇതൊരു പാലത്തടിയാണ്. പാലത്തടി വെള്ളത്തിൻ്റെ അടിയിലാണ്. വളരെ സാഹസികമായിട്ടാണ് കണ്ടോ. ഇവിടെ എല്ലാം നമ്മൾ വെട്ടിയതാണ്. ഇത് കണ്ടോ, ഇവിടെ വന്നതിനേക്കാളൊക്കെ തെളിഞ്ഞില്ലേ. ഇത്തിരി വെട്ടാനുണ്ട് ഇനി. കണ്ടോ, ഇത് വേറൊരു പാടാണ്. ഈ പാടാണ് മാനാടങ്കരി. ഒരു തേങ്ങടപ്പുണ്ടല്ലോ. ഇത് കണ്ടോ, ഇത് സ്ഥലം വെച്ചൂരാണ് കേട്ടോ. വൈക്കം താലൂക്കിലെ വെച്ചൂർ പഞ്ചായത്തിലെ മാനാടങ്കരി പാടം എന്ന് പറയും. നമ്മൾ നേരത്തെ കണ്ടത് ഇട്ടിയേക്കാടങ്കരി. പാടശേഖരങ്ങളുടെ കെട്ടാണത്. രണ്ട് പാടശേഖരങ്ങളെ ബന്ധിപ്പിക്കുന്ന കെട്ടുവരമെന്ന് പറയും. ഇതുണ്ടോ, അങ്ങനെ മാനാടങ്കരിയിലും വെള്ളമാണ്. വെള്ളം കയറ്റിയിട്ടിരിക്കുകയാണല്ലോ. നല്ല മേഘങ്ങൾ, മഴക്കാരൊക്കെ ഉണ്ട് കേട്ടോ. മേഘങ്ങളെ കുറുണ്ട് കൂടുന്നുണ്ടോ. വേനൽ മഴയല്ലേ, അത് സീസണാണ്. കാടാണ്. ഇതിലൊന്നും ആൾക്കാർ സഞ്ചരിക്കില്ല. ഇതിലൊക്കെ ഈ കൊയ്ത്തൊക്കെ സമയത്ത് ലോഡിങ്ങിനൊക്കെ ഞങ്ങൾ തന്നെയാണ് ഇതിലും പിടി വരുന്നത്. പിന്നെ കൊയ്ത്തുകാരും വരും, കൊയ്ത്ത് മിഷൻകാർ. ഇനിയിപ്പോൾ വെള്ളം പറ്റിച്ച് കഴിഞ്ഞാൽ ടില്ലറടിക്കാർ, ട്രാക്ടർ അടിക്കാർ, അവരൊക്കെ വരും. അല്ലാതെ വേറെ ആരും ഈ പ്രദേശം വഴി വരാറില്ല. പിന്നെ തേങ്ങയൊക്കെ ഉണ്ടോ, തേങ്ങ ഒന്നുമില്ല. പഴയതുപോലെയൊന്നും തേങ്ങയില്ല. തേങ്ങ ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഉടമസ്ഥരൊക്കെ ഒന്ന് തേങ്ങ ഇടാനൊക്കെ വരുമായിരുന്നു. വാഴയെല്ലാം മറിഞ്ഞ് കിടക്കണം. കഴിഞ്ഞ ദിവസത്തെ കാറ്റിൽ ഒരു വേനൽ മഴയ്ക്ക് ഒരു കാറ്റുണ്ടായിരുന്നല്ലോ, ആ കാറ്റിന് നമ്മുടെ വാഴയെല്ലാം മറിഞ്ഞ് കിടക്കുക. എല്ലാം അടിപൊളി കാറ്റാട്ടോ. എന്നാ രസമാണ് ഇങ്ങനെ പോലെയല്ലേ. നല്ല രസത്തിൽ കൊച്ചു വെള്ളത്തിലൊക്കെ ഇങ്ങനെ വലിച്ചങ്ങ് പോകണം. എന്തോ ഒരു ഫീലിംഗാണെന്നറിയാമോ. നമ്മൾ എവിടെ ചെന്നാലും, അത് ലോകത്തിൻ്റെ ഏതൊരു കോണിൽ ചെന്നാലും ഇതൊക്കെ നമ്മൾ മറന്നു പോകത്തില്ല. ഇതൊക്കെ നമ്മുടെ മനസ്സിൽ തട്ടും. ചിലപ്പോൾ ഞങ്ങളിതിനെയൊക്കെ കണ്ടു വളർന്നതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നമ്മളൊക്കെ ഏത് രാജ്യത്ത് നമ്മളിതൊക്കെ ഓർക്കും, കൊച്ചുനാളിലെ കാര്യങ്ങളൊക്കെ. പക്ഷേ ഇത് ഒരുപാട് നാളുകൾക്ക് ശേഷമായിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് നടക്കുന്നത്. നമ്മൾ ഇതിനു മുമ്പ് ഇങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ ഫോണൊക്കെ വന്നപ്പോൾ നമുക്കൊരു കൗതുകം, ഇതൊക്കെ ഒന്ന് എടുത്ത്. ഹലോ ഗായ്സ്, ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്ന വെള്ളം തീർന്നിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം എടുക്കാൻ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകണം. ആ സമയത്ത് അച്ചാച്ചൻ ഒരു ലോഡ് വള്ളത്തെ കയറ്റി തന്നിട്ടുണ്ട്. നമ്മളിത് വീട്ടിൽ കൊണ്ട് ഇറക്കും, വെള്ളം എടുക്കും, പിന്നെ കുറച്ച് ഭക്ഷണം ഞാനൊക്കെ എടുക്കുന്നുണ്ടോ. വളരെ കൊച്ചു വെള്ളം ആയതുകൊണ്ട് ഒരുപാട് സാധനമൊന്നും ഇതിനകത്ത് കയറ്റാൻ പറ്റിയില്ല. കുറച്ചാണ് കയറ്റിയിരിക്കുന്നത്. ഓക്കെ, നമുക്ക് വള്ളത്തെ കയറാം. ഇനിയിപ്പം നമുക്ക് ഫോണുമായിട്ടൊന്നും പരിപാടി നടക്കുകയല്ലോ. ഓക്കെ, അങ്ങനെ നമ്മൾ വള്ളത്തെ കയറ്റി ഒരു വിധത്തിൽ ബാലൻസ് ചെയ്തിട്ട് കേട്ടോ ക്യാമറ എടുത്തത്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഉണ്ടോ, ഇത് ചെല്ലിയാണ്. അത് പാടത്തൊക്കെ ഉണ്ടാകും, പഴയൊക്കെ ഉണ്ടാകുന്ന സാധനം. അറിയാവുന്നവരൊക്കെ ഉണ്ടാകും, അറിയാവുന്നവർ പറയും ഇവൻ ഇതന്നെ ഈ പറയുന്നതൊക്കെ ആയിരിക്കും. പക്ഷേ ഇതൊന്നും അറിയാവുന്നവർക്ക് വേണ്ടിയല്ല, അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയിട്ടൊക്കെയാണ് നമ്മളിത് പറയുന്നത്.
അപ്പോൾ നമ്മുടെ പാടത്ത് ചെല്ലി അഥവാ കതിര എന്നൊക്കെ പറയും. പണ്ട് നമ്മൾ പോത്തിനൊക്കെ ഇറക്കി ഇതിനകത്ത് കതിരയൊക്കെ തിന്നുമായിരുന്നു എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇതിപ്പോൾ കുറവാണ്. ഉണ്ടോ നമ്മൾ വള്ളത്തെ വെള്ളം കയറിയുണ്ടോ നമ്മളൊന്ന് ചരിഞ്ഞപ്പം നമ്മൾ ഒത്തിരി ബലമൊന്നും പിടിക്കാതെ ആണ് നമ്മളിത് തുഴഞ്ഞ് പോണത്. തുഴയുമല്ല കേട്ടോ, ഊന്നുകയാണ്. ഇത് നമ്മളൊരു ചെറിയ കഴുക്കോല് വെച്ച് നമ്മളിതിന് ഊന്നി വേണം പോകാനായിട്ട്. ഭയങ്കര ബാലൻസ് വേണം. ഇത് ഫൈബർ വെള്ളമാണ്. തടി വെള്ളമാണെങ്കിൽ ഇത്തിരി മറിക്കുകയില്ല. പക്ഷേ ഇത് ഫൈബർ വെള്ളമായതുകൊണ്ട് ഇങ്ങനെ മറിക്കാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുമല്ല നല്ല കാറ്റുമുണ്ട്. നല്ല പടിഞ്ഞാറൻ കാറ്റടിക്കുന്നതുകൊണ്ട് നല്ല വെള്ളം മറിക്കും. അതുപോലെ ഈ വരമ്പുണ്ട് കേട്ടോ, പാടത്ത് വരമ്പേ കയറുമ്പോൾ വെള്ളം ചെറുതായിട്ടൊന്ന് ഉറയ്ക്കും. അതൊക്കെ നമ്മളിങ്ങനെ പതുക്കെ നൈസായിട്ട് വെള്ളം മറിയരുത്. അങ്ങനെ മറിയാത്ത രീതിയിൽ നമ്മളിതിനെ ഊന്നി നമ്മുടെ കരയ്ക്ക് അടുപ്പിക്കണം. അത് ഭയങ്കര റിസ്ക്കാണ്. അപ്പം ഞാൻ വളരെ റിസ്ക് എടുത്താണ് ഈ വീഡിയോ എടുക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ തോന്നുന്നുണ്ടോ? അതൊക്കെ നിങ്ങളൊന്ന് കാണിക്കാമെന്നുള്ള ഉദ്ദേശത്തോടെ. നമുക്കിതിനകത്ത് വെള്ളം കയറിയ വേറൊരു മാപ്പുണ്ട്. അങ്ങനെ നമ്മൾ ആ കടകലിയിൽ നിന്നൊക്കെ പതുക്കെ ഇറങ്ങി കേട്ടോ. നമ്മളിതിനകത്തൊരു വട്ടച്ചിറയാണ്. വീണ്ടും ഒരു വട്ടച്ചിറ. അതുണ്ടോ വട്ടച്ചിറ എന്ന് പറയും. അതായത് തുരുത്ത്. ഈ പാടത്തിന് നടുക്ക് ഉള്ളൊരു വട്ടച്ചിറയത് അഥവാ തുരുത്ത്. ഇതുണ്ടോ ഇതൊക്കെ വെള്ളമാണ് പാടത്തിൽ. ഇതൊക്കെ നമ്മൾ നെൽകൃഷി ഉണ്ടാകുന്ന സ്ഥലം കേട്ടോ, നെല്ലുണ്ടാകുന്ന സ്ഥലങ്ങളാണ്. ഇതുണ്ടോ ഇവിടെ ഇത്ര വെള്ളമേ ഉള്ളൂ നിലമൊക്കെ. അപ്പോൾ ഈ തുരുത്ത് അഥവാ വട്ടച്ചിറ, അങ്ങനെ ഒരു വട്ടച്ചിറയാണിത്. ഇത് പണ്ട് ഇവിടെ ആൾ താമസിച്ചുകൊണ്ടിരുന്ന കേട്ടോ സ്ഥലത്ത്. പിന്നെ അത് കഴിഞ്ഞ് അവരൊക്കെ വേറെ തോട്ടമ്പത്തോട്ടൊക്കെ പോയി. ആരാ ഇപ്പം ഇങ്ങനെ താമസിക്കാൻ കിടക്കുന്നത്? പണ്ടൊക്കെ സ്ഥലമൊന്നും ഇല്ലായിരുന്ന സമയത്തൊക്കെ കണ്ടമൊക്കെ കുത്തി വളച്ച് കട്ട കുത്തും. കട്ട കുത്തി പൊക്കി അതിനകത്തൊക്കെ വീടൊക്കെ വെച്ച്, വീടൊന്നും പറയാൻ പറ്റിയല്ല, ചെറിയ കുടിലൊക്കെ കെട്ടി താമസിച്ചുകൊണ്ടിരുന്ന കർഷക തൊഴിലാളികളുടെ സ്ഥലമാണിതൊക്കെ. അവരൊക്കെ മാറി ഒരുപാട് സ്ഥലത്തേക്കൊക്കെ മാറി താമസിച്ച് കുട്ടികളൊക്കെ വിദ്യാഭ്യാസമൊക്കെ ചെയ്ത് ചെറിയ രീതിയിലൊക്കെ വേറെ പരിപാടിയൊക്കെ ചെയ്തു പോകുന്നു. ആ തുരുത്താണിത്. ഇതാണ് ഒരു ചെറിയ തൈ നിൽക്കുന്നത്. കൂന വെട്ടിപ്പോക്കി കൂനയുടെ പൊക്കത്ത് തൈ വെക്കുന്നതാണത്. കണ്ടത്തിന് നടുക്കണ്ടോ, കണ്ടത്തിന് നടുക്ക് തൈ നിൽക്കുന്നത് കണ്ടോ. ആ ചെറിയ കപ്പ നിൽപ്പുണ്ട്. നിങ്ങൾക്കത് ശരിക്കും കാണത്തില്ല, പക്ഷേ എനിക്കത് കാണാം. ഈ ഫോണിൻ്റെ കുഴപ്പമാണ്. കപ്പ നിൽക്കുന്നുണ്ടോ? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇട്ടിയാക്കാടങ്കിരി പാടം. ഓക്കെ, കാറ്റുണ്ട്. എനിക്ക് ഫോൺ പിടിച്ചുകൊണ്ട് ഷൂട്ട് ചെയ്തുകൊണ്ട് വള്ളം ഊന്നാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ്. അപ്പോൾ ഞാൻ ബാലൻസ് ചെയ്തിട്ട് ഇതുണ്ടോ അങ്ങ് കിഴക്കുന്നൊരു കൊച്ചു വള്ളത്തിൽ ആരാണ്ട് ഊന്നി വരുന്നുണ്ട് കേട്ടോ. നമ്മളെപ്പോലെ പണിക്കോ വല്ലതും പോയിട്ടൊക്കെ വരുന്നതായിരിക്കും. പുല്ലിയെത്താനൊക്കെ പോയിട്ട് വരുന്നവരായിരിക്കും ഇത് വള്ളത്തിൽ. പക്ഷേ ക്യാമറയിലൊന്നും ശരിക്കും കാണത്തില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ വീടിൻ്റെ ഭാഗത്തോട്ട് ഇങ്ങനെ കാണാം. ഈ ചിറങ്ങ് മറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ വീട് കാണാം. കണ്ടോ, അതാണ് നമ്മുടെ മോട്ടോർ തറ. ആ വെള്ള കാണുന്നുണ്ടോ, അതൊരു മോട്ടോർ തറ. അവിടെ കാണുന്നത് രണ്ട് മോട്ടോർ. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മൾ വളരെ അതിശയകരമായിട്ട് ഇവിടെ എത്തിയിരിക്കുകയാണ്. കാരണം വെച്ചാൽ ഭയങ്കര കാറ്റാണ്. ഉണ്ടോ, ഈ കാറ്റ് നമ്മൾ വള്ളം മുങ്ങാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന ദിശയിലേക്കല്ല വള്ളം പോകുന്നത്. വള്ളം കാറ്റ് പിടിച്ച് വേറെ വഴിക്ക് പോകും. കാരണം വെച്ചാൽ നമുക്ക് ഒത്തിരി ബലം പിടിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ കൊച്ചു വള്ളമാണ്, അതുകൊണ്ട് നമുക്ക് ഒരുപാട് ബലം പിടിക്കാൻ പറ്റിയില്ല. അങ്ങനെ നമ്മൾ നമ്മുടെ ചിറയുടെ കിഴക്കേ സൈഡിലെത്തി. ഇതിപ്പോൾ ഒരു ചെറിയ കാറ്റുമറയുണ്ട്. ഇതാണ് നമ്മുടെ ചിറ. ഇതുണ്ടോ, ഇതാണ് പാടം. ഇതുണ്ടോ വള്ളം പോകുന്നുണ്ടോ? വള്ളത്തെ ഞാനില്ല, വള്ളം ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിങ്ങനെ കണ്ടം പിഴി ഇങ്ങനെ ഉണ്ടപ്പിഴി നമുക്ക് നടന്നു പോകാനുള്ളത് എത്രയേ ഉള്ളൂ. നമ്മുടെ മുട്ടിൻ്റെ മേളിൽ മാത്രമേ വെള്ളമുള്ളൂ. അങ്ങനെ വള്ളം നമ്മൾ കാറ്റുമറയത്ത് കൊണ്ടുവന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പതുക്കെ അതിനെ ഇറങ്ങി പതുക്കെ തള്ളിക്കൊണ്ട് പോവാം. പിന്നൊരു രസക്കണം. അതുമല്ല, ഈ വള്ളത്തിന് കൂടുതൽ ബലം കൊടുത്ത് നമ്മൾ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ. അതുകൊണ്ട് ഇതുകൊണ്ട് എൻ്റെ കൈയാണ് ഈ കാണുന്നത്. ഞാനിങ്ങനെ വള്ളത്തിൻ്റെ തലയ്ക്ക് പിടിച്ച് വള്ളം ഇങ്ങനെ പതുക്കെ തള്ളി നമ്മുടെ ഇവിടെയാണ് വാഴയൊക്കെ നിൽക്കണം. ഞാനിങ്ങനെ വാഴയൊന്നും വെച്ച് നോക്കിയത് കേട്ടോ. പക്ഷേ ഇതുവരെയായിട്ട് എനിക്ക് വാഴ അങ്ങോട്ട് വലിയ കാര്യമായിട്ട് പിടിച്ച് കിട്ടില്ല. പിടിക്കും, പക്ഷെ ഭയങ്കര കാറ്റായതുകൊണ്ട് നാളത്തെ കാറ്റിന് മറിഞ്ഞ് നടക്കുന്നത്. അപ്പോൾ എൻ്റെ മകൾ അവിടെ നിന്ന് വിളിക്കുന്നുണ്ട് കേട്ടോ.
ട്യൂഷനെല്ലാം കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിലില്ല. അപ്പോൾ എന്നെ വിളിച്ചു, അപ്പോൾ ഇന്ന സ്ഥലത്താണെന്ന് പറഞ്ഞു. അങ്ങനെ ആളവിടെ നോക്കി നിൽപ്പുണ്ട്. ഇതുണ്ടോ, ഇത് നമ്മൾ മീൻ വളർത്തുന്ന സ്ഥലമാണ് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഇതുപോലത്തെ കണ്ടമായിരുന്നു. കണ്ട നമ്മൾ വെട്ടിക്കുഴിച്ച് കട്ടയൊക്കെ കുത്തി ഇതുപോലെ കുളമാക്കി ഇട്ടിരിക്കണം. ഇതിപ്പോൾ ഈ പാടത്ത് വെള്ളം കയറ്റിയിട്ട സമയത്ത് പുല്ല് പിടിച്ചതാണ്. ഞാനിങ്ങനെ കത്തിച്ചിട്ടിരിക്കുക. കുറച്ചൊക്കെ കരിഞ്ഞ് പോയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയും കൂടെ തേടിക്കണം. പിന്നെ അടുത്ത പരിപാടി അത് ഇതെന്തൊക്കെ നടിച്ചറിയാം. ഇതിൻ്റെ പഴയ കുറ്റിയൊക്കെയാണ്, പഴയ വയറിൻ്റെ കുറ്റിയൊക്കെ നിൽക്കുന്നതാണ് ഇത്. ഇവിടെയൊക്കെ താൻ തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് ഇനിയിപ്പോൾ വെള്ളം അടിച്ച് പറ്റിച്ച് കഴിയുമ്പം നമുക്കിനി വൃത്തിയാക്കണം. ഒന്നും കൂടെയൊക്കെ തെളിച്ച് ക്ലീനാക്കി കഴിയുമ്പോഴാണ് നമ്മൾ പയറ് വെള്ളരി ഒക്കെ ഇടുന്നത്. നമ്മൾ ഈ ചെറിയ പയറും വെള്ളരിയും മാത്രമേ ഇടുകയുള്ളൂ കേട്ടോ. പറയാം നമ്മൾ പടവലം ബീച്ചിൽ ഒക്കെ ഇടുന്നത്. ഞാൻ കാര്യം കുറേ വർഷമായിട്ട് അതൊക്കെ ചെയ്യുന്നത്. നമ്മൾ ഇതുവരെയായിട്ട് ഇങ്ങനെ ഒന്ന് വീഡിയോ പിടിക്കണം അല്ലെങ്കിൽ അങ്ങനെയൊന്നും നമുക്ക് സമയം കിട്ടാറില്ല, അല്ല നമ്മളതിന് മെനക്കെടാറില്ല. ഇപ്പോൾ ഒക്കെ കുറച്ചായില്ല, എന്നാൽ നമുക്ക് കുറച്ച് സമയം കണ്ടെത്തേക്കാം, അല്ല അങ്ങനെ ഒന്ന് മെനക്കെട്ടേക്കാം എന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്യാൻ നോക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും സഹകരിക്കുകയല്ലേ? ഇങ്ങനെയൊക്കെ എല്ലാവരുടെയും സപ്പോർട്ടൊക്കെ ഉണ്ടാകത്തില്ലേ എന്ന് പ്രതീക്ഷ. നമ്മളാണ്ട് അങ്ങനെ ഞാൻ കാണിച്ച മോട്ടറാണ് കേട്ടോ അത്. നമ്മൾ തേണ്ട അതും ഒരു തുരുത്താണ് കേട്ടോ. നമ്മൾ തേണ്ട അങ്ങ് കണ്ടോ, തേണ്ട അവിടെ ഒരു തുരുത്ത് കണ്ടോ, അത് പറഞ്ഞ പോലെ തേണ്ട അതൊരു തുരുത്താണ്. ഇവിടെ എൻ്റെ ഒരു കൂട്ടുകാരൻ താമസിച്ചുകൊണ്ടിരുന്നു കേട്ടോ. ഇപ്പോൾ അവരൊന്നും അവിടെ ഇല്ല. അവരൊക്കെ ഞാൻ പറഞ്ഞല്ലോ വേറെ സ്ഥലത്തോട്ടൊക്കെ പോയി. എന്നാൽ അതേ സൗകര്യവും ഇതുപോലെയൊക്കെ വെള്ളം കയറി കഴിഞ്ഞാൽ പാമ്പ്, പഴുതാര, എലി ഒക്കെ ഭയങ്കര ശല്യങ്ങളാണ്. അതൊക്കെ കൊണ്ട് ഇപ്പോൾ ആരാ അങ്ങനെയൊക്കെ താമസിക്കാൻ ആഗ്രഹിക്കുന്നത്? അവരൊക്കെ വല്ല നല്ല സ്ഥലത്തേക്കൊക്കെ പോയിരിക്കുകയാണ് താമസിക്കാത്ത. വരും, എന്നാലിപ്പോൾ വെള്ളം കയറുന്ന സമയത്തൊക്കെ പോവും. ഇതൊക്കെയാണ് അവസ്ഥ. അതുകൊണ്ടോ പിന്നെ നമ്മൾ ഈ നാടും വീടുമൊക്കെ വിട്ടങ്ങ് പോകാനായിട്ട് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് നമ്മളൊക്കെ ഇവിടെ തന്നെ അങ്ങ് കടിച്ചു തൂങ്ങി കിടക്കുമല്ലേ. പിന്നെ നമുക്കൊരു രസം ഇത് തന്നെ, നമ്മുടെ ഹാരമല്ലേ ഇതൊക്കെ. അപ്പം കൂടുതൽ വിശേഷങ്ങളുമായി നമുക്ക് അടുത്ത വീഡിയോ കാണാം. ഓക്കെ, ഞാനിതൊക്കെ ഒന്ന് ഇറക്കട്ടെ.